ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ അനലിസ്റ്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു ലൈനപ്പ് നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇടത് വിങ് ബാക്കും വലത് വിങ് ബാക്കും അർജന്റീനയ്ക്ക് അല്പം എക്സ്പോസ്ഡ് ആണ് എന്നുള്ളതാണ്. ആ ഒരു പോരായ്മ സ്പെയിൻ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഈ ലൈനപ്പിൽ കാണുന്നുണ്ടോ? റോഡ്രിഗോ ഡിപ്പോൾ വരും. കാരണം മിഡ്ഫീൽഡിൽ ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല സ്പെയിനെതിരെ. അപ്പൊ സ്പെയിന്റെ ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിനെ ഫ്രാൻസിന് പറ്റിയ അബദ്ധം ഒരിക്കലും സ്കലോണി ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ആ വിങ് ബാക്കുകളാണ് അപ്പോൾ അവിടെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. മിഡ്ഫീൽഡിൽ എന്തായാലും ആ 4 പേര് വരുമ്പോൾ ബാലൻസ് ഔട്ട് ചെയ്യും. പക്ഷെ വിങ് ബാക്കിൽ ആദ്യം മെദീന കളിച്ചപ്പോഴാണെങ്കിലും പിന്നീട് താഗ്ലിയാഫിൽക്കോ കളിച്ചപ്പോഴാണെങ്കിലും 2 പേര് കളിക്കുമ്പോഴും അവിടെ ഒത്തിരി സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസ് ലമീൻ യമാൽ അത് നന്നായി മുതലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മറുവശത്ത് ബയേനയാണെങ്കിൽ സ്പെയിനിന്റെ വിങ്ങിൽ കളിക്കുന്നത് എങ്കിൽ അത്ര കുഴപ്പമില്ല. അവിടെ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിലും, കാരണം പുള്ളി കുറെ കൂടെ ഇൻസൈഡിലേക്ക് ടക്കിൻ ചെയ്ത് കളിക്കുന്ന ആളാണ്. നിക്കോ വില്യംസ് ആണെങ്കിൽ വിടുത്ത് കുറച്ചുകൂടെ യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാവും എന്തായാലും ബയേനെ പ്രതീക്ഷിച്ച് തന്നെ ആവും സ്കലോണി ഇറക്കുക. പിന്നെ ഇതൊരു ഫൈനൽ ആയതുകൊണ്ട് തന്നെ അധികം മാറ്റം വരാൻ സാധ്യതയില്ല. വിശ്വസ്തനായ റോഡ്രിഗോ ഡിപ്പോളിനെ മാത്രമേ തിരിച്ചു വിളിക്കാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജോസഫ് ജോർജ്, പൊതുവെ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് സ്പെയിൻ്റെ ഒരു ഫ്ലോ കളയാൻ വേണ്ടിയിട്ട് അർജന്റീന ഒരുപാട് ഫൗളുകൾ പുറത്തെടുക്കുമെന്ന് പറയുന്നുണ്ട്. ടാക്ടിക്കൽ ഫൗളിങ്. ഇന്നലെ സ്പെയിനിൻ്റെ നമ്മുടെ ഡിഫൻഡറായിട്ടുള്ള ലാപ്പോർട്ടൊക്കെ അടക്കം പറയുന്നുണ്ട് ഇത് അർജന്റീന കുറച്ച് ഫൗൾ ഗെയിം കളിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും സഫ, ഞാനത് പ്രതീക്ഷിക്കുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ വസ്തുതകൾ നോക്കുകയാണെങ്കിലും ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്തിട്ടുള്ള ടീം അർജന്റീനയാണ്. എന്നാൽ ഏറ്റവും കുറച്ച് കാർഡേ കിട്ടുള്ളൂ. 6 കാർഡ് മാത്രമേ കിട്ടുള്ളൂ. 6 യെല്ലോ കാർഡ് മാത്രം. അപ്പൊ നമ്മൾ ഫൗൾ ടു കാർഡ് റേഷ്യോ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ അതായത് കാർഡ് കിട്ടാതെ ഫൗൾ ചെയ്യാൻ അവർക്ക് അറിയാം, റിതം കളയാൻ അറിയാം. അങ്ങനെ ഒരു തന്ത്രം പ്രതീക്ഷിക്കാം നമുക്ക്. അതിനുവേണ്ടി ആവും ഇന്നൊരു പക്ഷെ 4 മിഡ്ഫീൽഡർമാരെ കൊണ്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോഡ്രിഗോ ഡിപ്പോളും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ബൈറ്റ് ആവും. പാരഡൈസിനെ നിലനിർത്തും. എൻസോയും മക്കാലിസ്റ്ററും നോട്ട് ഔട്ട്, അവരെന്തായാലും വേണം. അപ്പോൾ റോഡ്രി അടക്കമുള്ള സ്പാനിഷ് മിഡ്ഫീൽഡിന് പന്ത് കൊടുക്കാതിരിക്കുക, അവരൊരിക്കലും ഋതത്തിലെത്താതിരിക്കുക. പന്ത് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പ്രസ് ചെയ്യുക, ക്ലോസ് ഡൗൺ ചെയ്യുക. ആ ഒരു ഗ്രിറ്റാണ് അർജന്റീനയുടെ ഒരു ഗ്രിറ്റ്, അതായത് പോരാട്ടവീര്യമാണ് നമ്മൾ സ്പെയിനിന്റെ ടെക്നിക്കൽ എബിലിറ്റിയെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു മത്സരം തന്നെ ആവും ഇത്. ശ്രീ ജോസഫ് ജോർജ്, പിന്നെ ടോട്ടനാമിന്റെ ജേഴ്സിയാണ് ഇട്ടിട്ടുള്ളത്. 2 പ്ലേയേഴ്സ് ടോട്ടനാംകാരുണ്ട്. ഒന്ന് ക്രിസ്ത്യൻ റൊമേറോ അർജന്റീനയിലുണ്ട്, അപ്പുറത്ത് പെഡ്രോ പോറോയുണ്ട്. ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടോട്ടനാമിന്റെ 2 ഡിഫൻഡർമാർ ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്നു പ്രതിരോധിക്കാൻ എന്നുള്ളത് ഒരു വിരോധാഭാസമായിട്ട് തോന്നുമെങ്കിലും അത് ക്ലബ് ഫോമുകൾക്കപ്പുറം രാജ്യത്തിന് വേണ്ടി വരുമ്പോൾ അവരെല്ലാം തകർത്ത് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ജയിച്ച ടീമിൽ ടോട്ടനാം താരങ്ങൾ ഉണ്ടായിരുന്നു. അത് തുടർച്ചയായി 3ാം ലോകകപ്പിലും ആവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഇതിട്ടത്. തുടരുക. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പോരാട്ടം പ്രതീക്ഷിക്കുകയാണ്. സ്കലോണിയും കുട്ടികളും എന്ത് തന്ത്രങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്.